ഇതെൻ്റെ ഒരു ചെറിയ പരീക്ഷണമാണ് കേട്ടോ. അപ്പം ഞാൻ വെച്ചു ആ റെസിപ്പി നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. പാളിപ്പോകുമെന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമാണ്. 8 മണിക്കൂർ നേരം കുതിർക്കാൻ വെച്ച കടലയെ ഒരു കുക്കറിലേക്ക് മാറ്റി അതിന് വേണ്ട വെള്ളം ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഒരു 3 വിസിൽ വരുന്നവരെ വയ്ക്കാം കേട്ടോ. ആ സമയം നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് ജീരകവും അതുപോലെ തന്നെ പട്ട ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണ്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ ഒരു മസാലയിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സായി വന്നതിന് ശേഷം ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ആ ഒരു മസാലയുടെ ആ ഒരു കയർപ്പൊക്കെ മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് തണുത്തതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ആ എണ്ണ ഒന്ന് ഇതായി വരുന്നവരെ ആ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് തിള വരുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യുക. ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ ചനാ മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ള കമൻറ്റ് ഇടണേ. സോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.